ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അതിൻ്റെ പേര് സിംബൽ എന്നാണ്. സിംബൽ ൻ്റെ സൗണ്ട് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ സോങ്ങിൽ കേട്ട സൗണ്ടിനോട് സാമ്യമുള്ള ഒരു ശബ്ദം കിട്ടും. നമുക്ക് ട്രൈ ചെയ്യാം. കീബോർഡിൽ ഇതാണ് ഈ ഒരു ശബ്ദം എടുക്കാം. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ റെഡിയാവുക. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് എനേബിൾ ചെയ്തു. നമ്മൾ ജസ്റ്റ് ഇവിടെ റെക്കോർഡ് ഞെക്കി എന്നിട്ട് രണ്ട് ട്രാക്ക് റെക്കോർഡായി നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, റെക്കോർഡായിട്ടുണ്ട്. ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റീജിയൻ ആസ് ഓഡിയോ ഫയൽ കൊടുക്കുക. നമുക്ക് പേര് കൊടുക്കാം. സിംബൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. പേര് കൊടുത്ത് സിംബൽ റിവേഴ്സ് എക്സ്പോർട്ട് ചെയ്യാം. പേര് ടൈപ്പ് ചെയ്ത് സിംബൽ റിവേഴ്സ് എക്സ്പോർട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സാമ്പിളർ ആഡ് ചെയ്യുക. അതിന് ഇൻസ്ട്രുമെൻറ്റ് ട്രാക്ക്, ആഫ്റ്റർ ഇൻസ്ട്രുമെൻറ്റ് ട്രാക്ക് ആഡ് ചെയ്ത ശേഷം ചേഞ്ച് ചെയ്യുക. ഇതിന് സാമ്പിളർ മൾട്ടി സാമ്പിളുണ്ട്, ക്വിക്ക് സാമ്പിളർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ മോണോ ഏതെങ്കിലും. ഓക്കെ, ഒരു ക്വിക്ക് സാമ്പിളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആ എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഇതിലേക്ക് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത ശേഷം നമുക്ക് ക്രോപ്പ് സാമ്പിൾ കൊടുത്ത ശേഷം ഓക്കെ റീട്യൂൺ ലൂപ്പ് ഓഫ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ശരിയില്ല. ഓക്കെ, ഇവിടെ ക്വിക്ക് സാമ്പിളർ ആഡ് ചെയ്ത ശേഷം നമ്മളിവിടെ ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് ട്രാക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ഫയലിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്വിക്ക് സാമ്പിളർ ആഡ് ചെയ്യുകയാണ്. സ്റ്റീരിയോ തന്നെ ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫയലിൽ ലോഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഫയൽ പ്ലേ ചെയ്യാം. മ്യൂട്ടഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇതിന് നമ്മൾ റീട്യൂൺ ചെയ്ത ശേഷം ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്രോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഇത്രയും മോഷൻസൊക്കെ കേൾക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതിന് ഫയൽ ഇതിപ്പോൾ ഫോർവേഡാണ് കേൾക്കുന്നത്. ഇതിന് റിവേഴ്സ് ചെയ്യണം.
റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർവേഡിലാണ് ഇവിടെ പ്ലേ ബാക്ക് എടുക്കുന്നത്. റിവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. കണ്ടോ? അപ്പോൾ ഈ ശബ്ദം നമ്മൾ ഇപ്പോൾ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആയി. നമുക്കിപ്പോൾ ഏത് ഫ്രീക്വൻസിയിലും ഏത് കീബോർഡ് എടുത്ത് കാണിക്കാം. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ കീബോർഡ് എടുത്ത് കീബോർഡിൽ ഏത് നിൽക്കണമെന്നോ അതനുസരിച്ചിട്ട് പ്ലേ ആവും. കീബോർഡ് എടുത്തു. ഇതിൻ്റെ കൂടെ വേറൊരു പ്ലേ ആവുന്നതുകൊണ്ടാണ് അത് വരുന്നത്. എല്ലാം ഏത് കീ ചെയ്താലും നമുക്ക് പാട്ടിൻ്റെ ലെൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ പ്ലേ ചെയ്ത് പാട്ടിൻ്റെ കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടും. ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പ്ലേ ചെയ്ത് കാണിക്കാം. ഇങ്ങനെ എഫക്റ്റ് കിട്ടും. അപ്പോൾ സോങ്ങിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നത്. സെക്കൻഡ് പോർഷൻ നമ്മളിനി ഡ്രംസ് എന്താണ് എന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ഒരു ഡ്രം കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുന്നത് സാമ്പിളർ എടുക്കുക. ഇൻസ്ട്രുമെൻ്റ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്ത് സാമ്പിളറിൽ ഇതാണ് സാമ്പിളർ മൾട്ടി സാമ്പിൾ എന്നുള്ള സാമ്പിളർ എടുത്തിട്ട് ശേഷം അതിൽ വേൾഡിൽ സൗത്ത് ഏഷ്യൻ, ഇന്ത്യൻ ആൻഡ് മിഡിൽ ഈസ്റ്റേൺ കിറ്റ് അതാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് നമുക്ക് ഇന്ത്യൻ ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ തവലയുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ട് തക്കിട്ട തക്ക തക്ക തജുംത എന്നുള്ള ശബ്ദമാണ്. അതിൽ ആ ഒരു താളമാണ് കേൾക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വായിക്കാം നമുക്ക്. ഇങ്ങനെ വായിക്കാം. അത് റെക്കോർഡ് ചെയ്ത ശേഷം ഓരോ നോട്ടും അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്ലേ ചെയ്ത് ചെയ്യാം. അതിപ്പോൾ പ്ലേ ചെയ്ത് ചെയ്യാം. ഇങ്ങനെയാണ് പ്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഇനി ഓരോന്നും റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇതുപോലെ തബലയുടെ ലോ ഫ്രീക്വൻസികളിലെ സെക്ഷൻസും ഹൈ ഫ്രീക്വൻസികളിലുണ്ട്. പിന്നെ വേറൊരു ഇൻസ്ട്രുമെൻ്റാണ് ലാസ്റ്റ് ഒരു ഇതിൽ കേൾക്കുന്നത്. അത് ഏതാണ് കേട്ട് മനസ്സിലാക്കി റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ തബല നമുക്ക് അതിലുള്ള ബീറ്റ്സ് അതിലുള്ള കൊട്ടുകൾ നമുക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് അതേ സ്പീഡിൽ കൊട്ടി വായിച്ച ശേഷം നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ഇൻസ്ട്രുമെൻ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ഓരോ ഫ്രീക്വൻസിയും കേട്ട് ഓരോന്നും കൊട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് ആ ഒരു സ്പീഡിൽ തന്നെ കൊട്ടിയ ശേഷം ഓരോ പോർഷനിൽ വരുന്ന സൗണ്ട് ഏതാണോ അത് റീപ്ലേസ് ചെയ്താൽ മതിയായിരിക്കും. കാരണം ഡ്രം കിറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു മൾട്ടിപ്പിൾ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, ഇവിടെ കാണാം ഒരുപാട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു കളക്ഷനാണ് ഡ്രം കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ സ്യൂട്ടാവും. ഇതിൽ തന്നെ ഒത്തിരി ഉണ്ട് കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു നോട്ടിൽ വരുന്ന സാധനം അത് റീപ്ലേസ് ചെയ്ത് ഇതിന് വലിച്ച് താഴോട്ട് മുകളിലോട്ടും ആക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഫ്രൂട്ടി ലൂപ്പിൽ ഇതിന് താഴോട്ടാക്കാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോജിക് പ്രോയിൽ ഒരു ഓപ്ഷൻ ഉള്ളത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഓപ്ഷൻ കീബോർഡിൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഓൾട്ട് ഞെക്കുക. അതിനുശേഷം ഡൗൺ ആരോ ഞെക്കി കഴിഞ്ഞാൽ ഇതിന്
ഈസി ആയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആവണ ഇൻസ്ട്രുമെൻറ്റ് ഓരോ നോട്ട് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഫൈനലി അത് നമുക്കൊരു അവൈലബിൾ ആണ്. ചില കേസിൽ ഈ കിറ്റിൽ തന്നെ ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവണമെന്നില്ല. അന്നേരം അത് കോപ്പി പേസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് ആ ഒരു ഇവിടെ പുതിയ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി അതിൽ പേസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അത് ഈ കിറ്റിലെല്ലാം ഉള്ള വേറെ കിറ്റിലാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്ട്രുമെൻ്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇത് ഇന്ത്യൻ കിറ്റാണ്, ഇത് ലാറ്റിൻ കിറ്റാണ്. ലാറ്റിൻ കിറ്റിൽ അവൈലബിൾ ആണ്. അവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി. അതേ പൊസിഷനിൽ ഹെഡ് വെച്ച ശേഷം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കുന്നതിൽ വായിച്ച ശേഷം നമുക്ക് റീപ്ലേസ് ചെയ്യുന്നതാണ് എളുപ്പം. അതാണ് പറയുന്നത്. ഓക്കെ.